ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിച്ച് ഗതാഗത വകുപ്പ് പുതിയ ഉത്തരവ് പുറത്തിറക്കി. പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമായതോടെയാണ് ഇളവുകൾ അനുവദിക്കാൻ തീരുമാനിച്ചത്. വിഷയത്തിൽ തുടർ നടപടി ചർച്ച ചെയ്യാൻ CITU വൈകിട്ട് യോഗം ചേരും. കടുംപിടുത്തത്തിൽ അയവ് വരുത്തിക്കൊണ്ടുള്ളതാണ് പുതിയ ഉത്തരവ്. പ്രതിദിന ലൈസൻസ് ടെസ്റ്റുകളുടെ എണ്ണം 30 നിന്ന് 40 ഉയർത്തി. ഇതിൽ 25 പേർ ആദ്യമായി ടെസ്റ്റിന് എത്തുന്നവർ ആയിരിക്കും. റീടെസ്റ്റിന് വരുന്ന 10 പേർക്കും അവസരം നൽകും. വിദേശത്തു പോകുന്ന 5 പേർക്കും പ്രതിദിനം ടെസ്റ്റ് നടത്തും. വിദേശത്തു പോകുന്ന 5 പേർ ഹാജരാകുന്നില്ലെങ്കിൽ ലേണേഴ്സ് കാലാവധി കഴിഞ്ഞ 5 പേരെ പരിഗണിക്കും. ഇതിനു പുറമെ നിലവിലെ പല നിബന്ധനകളും നടപ്പാക്കുന്നതിന് കൂടുതൽ സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. 15 വർഷം കാലാവധി പൂർത്തിയായ വാഹനം മാറ്റുന്നതിന് 6 മാസത്തെ സമയമാണ് അനുവദിച്ചത്. ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കാൻ 3 മാസത്തെ സാവകാശവും അനുവദിച്ചിട്ടുണ്ട്. ആദ്യം റോഡ് ടെസ്റ്റ്, പിന്നീട് എച്ചെടുക്കൽ എന്ന ക്രമത്തിലാകും ടെസ്റ്റുകൾ നടക്കുക. ഇളവിനുമേലുള്ള തുറ നിലപാട് ചർച്ച ചെയ്യാൻ CITU ഇന്ന് യോഗം ചേരും. ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ സമരം തുടരണോ വേണ്ടിയോ എന്ന് വൈകിട്ട് 3 ചേരുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകും.